പ്രകാശമായി നീ തെളിയൂ, പ്രസാദമായി നീ നിറയൂ, മനസ്സിനു ശാന്തിയായി ദേഹിതൻ സൗഖ്യമായി ആത്മാവിൻ ജീവനായി നീയുണരൂ. പ്രകാശമായി നീ തെളിയൂ, പ്രസാദമായി നീ നിറയൂ, മനസ്സിനു ശാന്തിയായി ദേഹിതൻ സൗഖ്യമായി ആത്മാവിൻ ജീവനായി നീയുണരൂ. വചനം പ്രകാശം പ്രണാമം, വചനം പ്രസാദം പ്രമോദം, വചനം പ്രകാശം പ്രണാമം, വചനം പ്രതീക്ഷം പ്രശോഭം. വഴിയറിയാതെ അലയുമ്പോൾ മിഴിയിൽ വിരിയൂ നീ, കരയറിയാതെ കരയുമ്പോൾ കരമായി പുണരൂ നീ, കരകവിഞ്ഞൊഴുകും കനിവായൻ മുറിവിൽ തഴുകണമേ, കരകവിഞ്ഞൊഴുകും കനിവായൻ മുറിവിൽ തഴുകണമേ. പ്രകാശമായി നീ തെളിയൂ, പ്രസാദമായി നീ നിറയൂ, മനസ്സിനു ശാന്തിയായി ദേഹിതൻ സൗഖ്യമായി ആത്മാവിൻ ജീവനായി നീയുണരൂ. വചനം പ്രകാശം പ്രണാമം, വചനം പ്രസാദം പ്രമോദം, വചനം പ്രകാശം പ്രണാമം, വചനം പ്രസാദം പ്രമോദം, വചനം പ്രകാശം പ്രണാമം, വചനം പ്രസാദം പ്രമോദം, വചനം പ്രകാശം പ്രണാമം, വചനം പ്രതീക്ഷം പ്രശോഭം. താങ്ക് യു ഫെലീറ്റ, മരിയ, ഹന്ന, ഇശല. ഇനി നമുക്കൊരു ഫെലോ, അതിനായി +1 വിദ്യാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി നമുക്കൊരു ഫ്യൂഷൻ ഡാൻസ് കണ്ടാലോ? അതിനായി +1 വിദ്യാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ, എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി, ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ, എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി, ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம்
இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத, அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. நிறைவேறாத வாக்குத்தத்தங்கள், நிறைவேறாத வாக்குத்தத்தங்கள் அவர் பலத்தால் நடக்க போகுதே, அது உன் கண்கள் பார்த்து போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. అత్యున్నతమైన సింహాసనంపై ఆసీనుడవైన గొప్ప దేవుడా, అత్యున్నతమైన సింహాసనంపై ఆసీనుడవైన గొప్ప దేవుడా, తేజోమయుడా రక్షణకర్త నీవే నా దేవుడవని కీర్తింతును. తేజోమయుడా రక్షణకర్త నీవే నా దేవుడవని కనపరతును. యేసే మార్గం, యేసే సత్యం, యేసే జీవం, యేసే సర్వం, యేసే మార్గం, యేసే సత్యం, యేసే జీవం, యేసే సర్వం. ഒരു പവർ പാക്ക് പെർഫോമൻസ് നമുക്കായി അവതരിപ്പിച്ച എല്ലാവർക്കും ഒരു വലിയ കയ്യടി. ഇനി ഒരു ഗാനം ആലപിക്കാൻ എംറിസ് മരിയയെ ക്ഷണിക്കുന്നു. തിരികെ വരും വഴിയിലും നിന്നെ കാണാതെയും പോയി, നൂറാട്ടുള്ളോരിടയനടിനെ മെക്കാൻ പോയി. തിരികെ വരും വഴിയിലും നിന്നെ കാണാതെയും പോയി. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, അതിസങ്കടമായി എങ്കും കണ്ടില്ല. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, അഭിസങ്കടമായി എങ്കും കണ്ടില്ല. ഒറ്റ ഉരണമലെ പോയുള്ള സാരമില്ലെന്നേ, കൂട്ടുക ചൊല്ലിയിട്ടും ഇടയനുറക്കം വന്നില്ല. ഒറ്റ ഉരണമലെ പോയുള്ള സാരമില്ലെന്നേ, കൂട്ടുക ചൊല്ലിയിട്ടും ഇടയനുറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എൻ്റേതല്ലേ, കുഞ്ഞാടെ തള്ളിക്കളയാൻ എനിക്കാകുമോ കുഞ്ഞാടെ. ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എൻ്റേതല്ലേ, കുഞ്ഞാടെ തള്ളിക്കളയാൻ എനിക്കാകുമോ കുഞ്ഞാടെ. നൂറാടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയിലൊന്നിനെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയിലൊന്നിനെ കാണാതെയും പോയി. താങ്ക് യു.
അടുത്തത് വേദിയിലെത്തുന്നു ശ്വേജാമോൾ. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തൻ നിശ്ചയം. കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തൻ നിശ്ചയം. കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭ തൊട്ടതാ മണ്ണല്ലയോ. കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭ തൊട്ടതാ മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തായ് മറന്നാലും മറക്കില്ല ഞാനിന്നോദിയ ദൈവമെൻ കൂട്ടിനുണ്ട്. തായ് മറന്നാലും മറക്കില്ല ഞാനിന്നോദിയ ദൈവമെൻ കൂട്ടിനുണ്ട്. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. ഇനി നമുക്കൊരു സ്കിറ്റ് ആസ്വദിച്ചാലോ? ഒരു കോമഡി സ്കിറ്റുമായി വേദിയിലെത്തുന്നു +2 താരങ്ങൾ. എടാ മത്തായേ, എടാ മത്തായേ, എടാ ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? ഞാൻ ആദ്യം കേക്കായിരുന്നു. ആ എനിക്ക് മനസ്സിലായി, നീ കേക്കല്ല കേറ്റായിരുന്നു. നിങ്ങളെ മോള് വല്ലവന്റെ ഒളിച്ചോടി പോയതിന് നിങ്ങളെ മൂത്ത മോൻ എന്നെ ഇവിടെ കാവൽ നിർത്തിയിരിക്കുക. അതിന് നിങ്ങൾ എന്റെ മെക്കിട്ട് കയറാൻ വരുന്നത് കേട്ടാ. വെച്ച് കയറ്റി തരും കേട്ടല്ലേ? കയറ്റി നിങ്ങൾ പോവാൻ എന്റെ അടുത്ത് പറഞ്ഞ ഞാൻ യവനെ കൊണ്ട് മത്തായിതാ അച്ഛൻ വരുന്നടാ. അയാളെ പോകാൻ പറ. ഞാൻ അങ്ങനെയാടാ അച്ഛന്റെ അടുത്ത് പോകാൻ പറയുന്നത്. അയാളെ പോകാൻ പറ. 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന്
എന്നെ എന്റെ അമ്മച്ചി ഇട്ടിട്ട് പോയ മനുഷ്യനാണ് അയാൾ. എന്നിട്ട് വന്നിരിക്കണ് മനുഷ്യനാണ്. അഭിനയം നിർത്തടാ. എടാ ഇടവകയിൽ അച്ഛൻ വന്നെന്നാ ഞാൻ പറഞ്ഞത്. നീ നമ്മുടെ മത്തായി ആ രണ്ടെണ്ണം അടിച്ച് ചെറുതായിട്ടൊന്ന് മത്തായി. അതല്ല, ലോനപ്പന്റെ മകൻ മത്തായി. അത് തന്നെ എന്നാണ് എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. താങ്ക് യു യുവർ ഓണർ. നിന്റെ അപ്പൻ എന്നോടൊരു പരാതി പറഞ്ഞു. എന്താ? നീ കുടുംബമായിട്ടൊരു ഉത്തരവാദിത്തമില്ല, വഴി പിഴച്ച ജീവിതം വേണമെന്ന് പറയുന്നു കേട്ടു. നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് കേട്ടു. നഷ്ടപ്പെടുത്തിയോടാ? 2 ദിവസം നമ്മൾ സാധാരണ ബാങ്കിൽ വെച്ചിട്ടുണ്ട്. നാളെ എടുക്കാം. എന്ത് എന്റെ പ്രമാണമല്ലേ? എടാ, വിശുദ്ധ പ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ. ഓ ബൈബിൾ. ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. ബൈബിളിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? അയ്യോ 11ാമത്തെ വയസ്സിൽ ഞാൻ പച്ച വെള്ളം പോലെ അരച്ച് കലക്കി കുടിച്ചവനല്ലേ. ആണല്ലേ? എല്ലാം എന്നാ അടിക്കല്ലേ. നീ ബൈബിൾ എടുത്തോണ്ടോ? ഞാൻ ഇവനോട് ബൈബിളിൽ ഒരു ചോദ്യം അല്ല ചോദിക്കട്ടെ. ആ ബൈബിളാണ് അരച്ച് കലക്കി കുടിച്ചത്. ബൈബിളില്ല ഇപ്പൊ കയ്യിൽ. ഞാൻ ബൈബിളിൽ നിന്നോടൊരു ചോദ്യം ചോദിക്കാൻ അതിന് ഉത്തരം പറയണം. ചോദിക്കോ ഭയങ്കര അരച്ചിയലക്ക് കൂടിയാ. പറയടാ ആദാമിന് എത്ര മക്കളുണ്ട്? പറയടാ 3. ഛേ, എടാ ആദാമിന് 2 മക്കളെ ഉള്ളൂ. ഒന്ന് കായേലും ഒന്ന് ഹാബേലും. അപ്പൊ അബുവോ? ഏതബു? ആദാമിന്റെ മകൻ അബു. എടാ അത് സലികുമാറിനോട് ഞാൻ ചോദിക്കും. എന്നോടാണ് ചോദിക്കുന്നത്. സലിംകുമാറിന്റെ പടത്തിലെ കാര്യം. കറിയപ്പ പിരിഞ്ഞു വന്ന് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ? എന്നുവെച്ചാ മൂത്തവൻ അമേരിക്കയിലല്ലേ, അവ ഒന്നും തരാറില്ലെന്ന്. പിന്നെ ഇളയവൻ അവന് ഇടക്കിടക്ക് തരണമെന്നുണ്ട്. ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു മാറി. കുടുംബത്തിൽ ദൈവവിശ്വാസങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ ദൈവങ്ങളുമായിട്ട് ഒരുപാട് അടുക്കുന്നില്ല. ഞാൻ ചെറിയൊരു ഒരു ഉദാഹരണം പറഞ്ഞു തരാം. പണ്ട് ഞാൻ സുന്ദരമായ ഒരു കിളിയെ വളർത്തിയിരുന്നു. ആ കിളി വർഷങ്ങൾക്ക് ശേഷം പറന്നകന്നു പോയി. പറന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു അണ്ണാനെ വളർത്തി. ആ അണ്ണാനും വളരെ സുന്ദരനായ ഒരു അണ്ണാനായിരുന്നു. അതും വളർന്നു വന്നപ്പോൾ അതും എങ്ങാണ്ടോട്ട് ചാടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മരം വളർത്തി. അതും ചാടിപ്പോയാ? മരം എന്ന ചാടിപ്പോകാൻ തവളയാണ്. മരം വളർത്തി. ആ മരം പടർന്ന് പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറന്നുപോയ ആ കിളി ആ മരത്തിൽ വന്ന് ചേക്കേറി. ചാടിപ്പോയ അണ്ണാനും ഈ മരത്തിൽ വന്ന് ചേക്കേറി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് എനിക്ക് വേറൊരു കഥയാണ് പോകുന്നത്. നീ പറ, വേറൊരു കഥ പറ. ഇതേപോലത്തെ സിറ്റുവേഷൻ ബൈബിളിലെയാണോ? ബൈബിളിന്റെ അല്ല, പിന്നെ എന്റേതാണ്. പുതിയ നിയമം. പുതിയ നിയമം 2 ആഴ്ചയായി. എന്റെ ഒരു കൂട്ടുകാരൻ ഞാനൊരു ബീഡി വാങ്ങിച്ചപ്പോ അവൻ അതങ്ങ് എടുത്തോണ്ട് പോയി. ഷിബു. പിന്നെ ഞാൻ ഒരു മിക്സർ വാങ്ങിച്ചപ്പോ രതീഷ് അത് എടുത്തോണ്ട് പോയി. നീ മരം നട്ടാ? മരം നട്ടില്ല, ഒരു ഫുള്ള് വാങ്ങി. അപ്പൊ രതീഷ് ബീഡിയും കൊണ്ടുവന്ന് അവിടെ ചേക്കേറി. അവൻ മിച്ചറും കൊണ്ടുവന്ന് ഇവിടെ ചേക്കേറി. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേക്കേറി. നിന്റെ കൂട്ടുകെട്ടുകാരെ മദ്യപാന്മാരുമായിട്ടാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. ഞാൻ ഇന്ന് വരെ ആരെയും ഓസിന് അടിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ദൈവം അവിടെ കണക്ക് പുസ്തകത്തിൽ അതിന്റെ കാര്യമൊന്നുമില്ല കേട്ടോ. എന്താ എന്റെ പുണ്യം മത്തായി, നിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ. നീ എങ്ങനെ സ്വർഗത്തിൽ പോകൂടാ? ഇവിടെ നിന്ന് ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോണത്. പിന്നെ അവിടെ നാറുമില്ലല്ലോ. എന്റെ മകനുണ്ടല്ലോ ജാക്സൺ, അവനാണെങ്കിൽ പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അവൻ ഈ ഇടവകയുടെ ഒരു പൊതു ശല്യമാണ് കേട്ടോ. അവന് റാപ്പിനോട് മാത്രമാണ്. അച്ഛൻ അവനെ ഒന്ന് ഉപദേശിക്കണം. വിളിക്ക്. അതാണ് ഇതൊക്കെ ആണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞിന് ഇന്ന് വരെ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. കറിയാപ്പാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ്? കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയെന്നൊന്ന് ചോദിച്ചു. പാടിക്കാണോ മക്കളെ? പാടാ, അതൊന്ന് പാടിക്കേ. യേശുവിനെ യൂതന്മാർ കുന കുത്തി. യേശുവിനെ യൂതന്മാർ കുന കുത്തി. യേശുവിനെ യൂതന്മാർ കുന കുത്തി. യേശുവിനെ യൂതന്മാർ കുന കുത്തി. കുത്തി ഏ കുന കുത്തി. കുന കുത്തി ഏ കുന കുത്തി ഏ കുന കുത്തി. കുന കുത്തി ഏ. ഇവൻ പാടി തീരുകയും ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ പിച്ചാത്തിയായിട്ട് എന്നെ കുനുകുനെ കുത്താനായിട്ട്. ഇവന്റെ ഈ പാട്ടോടെ കേൾപ്പോ എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. കറിയപ്പ കഴിക്കാൻ എന്തെങ്കിലും പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. എന്റെ
അമേരിക്കൻ അച്ഛൻ വന്ന് എത്ര നാളെ അച്ഛാ കണ്ടിട്ട്. എടാ അച്ചായൻ അതല്ല, ഞാൻ അച്ഛാ, ഇത് ഞാൻ ഒന്ന് പെട്ടിയാ. അച്ഛാ ഈ പെട്ടി ഞാൻ പൊട്ടിക്കട്ടാ. എടാ ഇതൊന്ന് പിടിച്ചെടുക്കടാ, ഇതിനകത്ത സാധനം. ഓ അതിനകത്താണ്. അടിപൊളി. അതൊക്കെ പോട്ടെ, എന്റെ അപ്പച്ചനെ നീ നന്നായിട്ട് നോക്കുന്നുണ്ടോ? അപ്പത്തിന് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട് ആണോ? സത്യം. സമയാസമയം മരുന്നും ആഹാരവും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല അച്ഛാ. മരുന്ന് കഴിക്കണല്ലേ? മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഇങ്ങനെ മറ്റേ സാധനം ഇവിടെ സംഭവം. ഓക്കെ ഓക്കെ. ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് എങ്ങനെയാണെന്നറിയാം കൊടുക്കുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. Liquor drinking is injurious to health. എന്റെ ഇവിടെ അടിച്ച ഒരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പിയിൽ മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് കാണിച്ചിട്ട് അപ്പച്ചന്റെ പറഞ്ഞ് അപ്പച്ച നോക്കിയാണ്. അപ്പച്ചൻ പറഞ്ഞു എന്താണ്? ഞാൻ എന്താറിയാമോ അങ്ങ് കുടിക്കും. എന്നിട്ട് അപ്പച്ചന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പച്ചൻ കുടിക്കൂല, നിർബന്ധിച്ച് കുടിക്കും. അങ്ങനെ അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് അടിച്ച് വീണ്ടും അപ്പച്ചന് മരുന്ന് കൊടുക്കണ്ടേ? അപ്പച്ചൻ കൊടുക്കും. അപ്പച്ചൻ കുടിക്കൂല, അങ്ങനെ ഉച്ച. അയ്യോ അതെ, ഞാൻ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അവക്ക് കൊടുക്കാതെ കുടിക്കൂല. കാരണന്മാർക്ക് കൊടുക്കാതെ നമ്മൾ കുടിക്കാൻ പാടില്ല. എല്ലാവരും ഇങ്ങി വന്നേ, എല്ലാവരും ഇങ്ങി വന്നേ. അതെ അച്ഛാ, ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്. ഇല്ല, ഞാനത് പറയാൻ പോവാണ്. മനസ്സ് വിഷമിക്കരുത്. ഇല്ല അച്ഛാ, പറ. കപ്പ തീർന്നു നമ്മൾ വന്നിട്ട് അപ്പ തീർന്നു ഒരു നോക്ക് പോലും കാണാൻ പറ്റില്ലോടി നമുക്ക്. നമ്മുടെ അപ്പം മരിച്ചുപോയി. അപ്പം മരിച്ചുപോയി. എന്റെ അപ്പൻ എന്നെ വിട്ടുപോയേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയി. എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്? എന്നെ വിട്ടുപോയില്ലേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയില്ല, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയില്ല. നിങ്ങളുടെ പപ്പ തീർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്, കപ്പ തീർന്നു പോയെന്ന്. നാട്ടിന് വന്നിട്ട് കപ്പ പുഴുക്ക് തിന്നാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ കപ്പ മൊത്തം തീർന്നു പോയി. മൈക്കിൾ വന്നോടാ. മൈക്കോ? മൈക്കിളല്ല, ഫ്ലൈറ്റ്. മൈക്കിൾ വന്നോന്ന്. അതാപ്പോ ഞാൻ വന്നപ്പോ. ഈ ആകെ വെളുത്ത് സുന്ദര കുട്ടനായല്ലോ. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ മക്കളെ? എന്നാ അമേരിക്കയിലൊക്കെ ക്രിസ്മസ് ഒക്കെ ഉണ്ടാടാ. എന്റെ അപ്പച്ച ഇവിടെ വല്ല ക്രിസ്മസ് ആണോ? അമേരിക്കയിലെ ക്രിസ്മസ് ആണ് ക്രിസ്മസ്. അടിച്ചുപൊളി, അടിപൊളിയാ. അവിടെ സ്റ്റാർ ഒക്കെ ഇടൂടാ മക്കളെ. അപ്പച്ച അവിടത്തെ സ്റ്റാർ ഞാനല്ല, എന്റെ മേളിലൊരു സ്റ്റാർ ഇല്ല. വേറെ സ്റ്റാർ ഇല്ല. ഈ സ്റ്റാർ ഞാനൊക്കെ കത്തിച്ച് കെട്ടി തൂക്കും. കത്തിച്ച് കെട്ടി തൂക്കണേ കൊള്ളാം, ബൾബടിച്ച് പൊട്ടിക്കരുത്. മക്കളെ, നമ്മുടെ ഇവിടുത്തെ പോലെ ക്രിസ്മസിന് അവിടെ മത്സരങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അവിടെ ഭയങ്കര മത്സരം. അവിടെ ഏറ്റവും കൂടുതൽ മത്സരം ക്യാരംസ് കളിയാണ്. ക്യാരംസിൽ ഞാനാണ് വിന്നർ. കുഴി ചാടിക്കാൻ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇവിടെ കഴിഞ്ഞു മറ്റൊരാളില്ല. നിങ്ങളുടെ പെൺപിള്ളയുടെ പേരെന്നാ? ജെഫ്രി. അല്ലാതെ റെഫറി ഒന്നും അല്ലല്ലോ. വിസിലടിക്കുമ്പോ തന്നെ നിങ്ങളുടെ അവിടെ പുറകെ നടക്കാൻ വേണ്ടി മനുഷ്യ. ആവശ്യമില്ല അവനോട്ട് വഴക്കൂടാതെ കാര്യം നിനക്കറിയോ? അവിടെ ഇവൻ ഭയങ്കര റേപ്പാണ്. ആവശ്യത്തിന് കാര്യം പറഞ്ഞു. അകത്തേക്ക് വിട്ടല്ലോ. എന്റെ പിള്ളേർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കല്യാണം വരെ മുടങ്ങി പോകും. ഈ സൈസ് പരിപാടി. നീ അവന്റെ പാട്ട് കേട്ടിട്ടില്ല? ഇല്ല. മൈക്കിൾ ഒന്ന് പാടാ. What a wonderful act.
ആക്ഷൻ സോങ് എക്കാലത്തെയും ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണല്ലോ. ആക്ഷൻ സോങ്ങുമായി എത്തുന്നു ചുണക്കുട്ടികൾ. ഈ മനോഹരമായ ആക്ഷൻ സോങ് നമുക്കായി അവതരിപ്പിച്ച കൂട്ടുകാർക്ക് നന്ദി. അടുത്തതായി ഒരു സ്കിറ്റുമായി എത്തുന്നു ജെസിക്ക, ഫിയോണ, ഫെഡറിക് ആൻഡ് ആൻമരിയ. അമ്മേ, എനിക്ക് കുറച്ച് കാശ് വേണം. ഞാൻ ക്ലബിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. നിനക്കെതിരെ ഇപ്പൊ കാശ്? എന്തിനാ നിനക്കിപ്പോ കാശ്? അമ്മൂമ്മയുടെ ജോലി നോക്കിക്കേ. ഞാൻ അമ്മേനോടല്ലേ കാശ് ചോദിച്ച്? കഴിഞ്ഞ ദിവസം നിനക്ക് 2000 രൂപ വേണമെന്ന് പറഞ്ഞേ. അത് ഞാൻ നിനക്ക് തന്നതുമല്ലേ? ചോദിക്കുമ്പോ അങ്ങനെ കാശ് കൊടുക്കാൻ നിൽക്കരുത്. അത് എന്തിനാണെന്നെങ്കിലും ഒന്ന് ചോദിക്കേണ്ടതല്ലേ? അങ്ങനെയല്ലേ അമ്മമാര് ചെയ്യേണ്ടത്? എനിക്ക് എന്റേതായ ആവശ്യങ്ങളുണ്ട്. ഞാൻ പറയണ അങ്ങോട്ട് കേട്ടാ മതി. അതാണല്ലോ ഇവിടെ നടക്കുന്നത്. എന്തിനാണെന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ചോദിക്കുന്നത് അങ്ങ് എടുത്തു കൊടുക്കും. കുട്ടികൾ വഷളാകാൻ ഇത് തന്നെയാ കാരണം. ചേച്ചി ദൂർത്തടിക്കരുത്. അമ്മയും അപ്പയും എന്ത് കഷ്ടപ്പെട്ടാണ് നമുക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നത്. നീ നിന്റെ കാര്യം നോക്കി പോടാ. അവൾക്ക് ആവശ്യമുള്ളത് വാങ്ങാനല്ലേ അമ്മേ. അമ്മ സ്കൂളിൽ പഠിച്ച കാലമല്ലല്ലോ ഇത്. കാലവും മാറി, കോലവും മാറി. എന്താണ് നടക്കുന്നത് ഈ ലോകത്തിൽ? എന്റെ ദൈവമേ. എന്റെ ഇഷ്ടം നടക്കണം. അത് നടന്നേ പറ്റൂ. അത് നടക്കാൻ ഞാൻ എന്തും ചെയ്യും. അതിന് വിലങ്ങിടാൻ അമ്മമ്മ വന്നേക്കരുത്. അമ്മേ, ഞാൻ പറഞ്ഞ തുക എനിക്ക് ഇപ്പൊ കിട്ടണം. നിന്റെ സകല വഷള തരത്തിനും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടൂല. പലതും ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. എന്ത് സഹിച്ചു, എന്ത് ക്ഷമിച്ചു? കൊച്ചായിരിക്കുമ്പോ മുതല് വില കൂടിയ വസ്ത്രവും മിഠായിയും ഒക്കെ തന്ന് ശീലിപ്പിച്ചത് ആരാ?
മോളെ, അത് നമ്മുടെ സ്റ്റാറ്റസ്. ഈ സമൂഹത്തിൽ നമുക്കൊരു വിലയും നിലയുമുണ്ട്. ഇപ്പൊ 5000 രൂപ വേണം. മറിഞ്ഞു നിൽക്കാൻ സമയമില്ല. എന്റെ ഫ്രണ്ട്സ് എന്നെ കാത്തിരിക്കും. തന്നില്ലെങ്കിൽ എനിക്ക് പിടിച്ചു വാങ്ങിച്ചു പോകാൻ എനിക്കറിയാം. നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു എന്റെ മകളെ? അമ്മൂമ്മ വല്ലയിടത്തും പോയി ഇരിക്കും. അയ്യോ അമ്മാമേ, ബാഗ് ഇങ്ങോട്ട് തന്നേ, പൈസ ഞാൻ എടുത്തോളാം. വിടടി ബാഗിന്ന്. ഹലോ എടാ, എനിക്ക് കാശ് കിട്ടിയില്ല. പിടിച്ചു കുറച്ച് വാങ്ങിക്കാനും പറ്റിയില്ല. കാശ് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുതരാം, പക്ഷെ എനിക്ക് സാധനം കിട്ടിയേ പറ്റൂ. കാശ് കിട്ടില്ലെങ്കിൽ ഞാൻ സാധനം തരൂല. എനിക്ക് കിട്ടിയേ പറ്റൂ. നീ കാരണമാണ് ഞാൻ ഡ്രഗ്സ് കഴിക്കാൻ തുടങ്ങിയത്. നീ എവിടെന്നെങ്കിലും ഒക്കെ ഒപ്പിച്ച് തന്നേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മോളെ, നീ എന്താ ഈ ഫോണിൽ ഇപ്പോൾ പറഞ്ഞത്? എന്തിനാ എന്റെ പുറകെ നടക്കണേ? ഒന്ന് പോയേ. മോളെ, നീ ഇപ്പോൾ ആരോടാ സംസാരിച്ചത്? എന്നോട് പറ. നാശം, വയസ്സായ വല്ല മൂലരും പോയിരുന്നൂടെ? അമ്മാമ്മയുടെ കഴുത്തിൽ കിടക്കണ സ്വർണ്ണമാലയല്ലേ? മാല എങ്കി മാല. അയ്യോ വിട് മോളെ, മാലയെ പിടിച്ചു വലിക്കാതെ. അയ്യോ അമ്മേ, പെട്ടെന്ന് വാ. ചേച്ചി അമ്മാമ്മേനെ തള്ളിയിട്ടു. അയ്യോ ചോര. മോളെ, എന്തീ കാണിച്ചത്? ബാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഞാൻ എന്താ ഈ കാണിച്ച്? ലഹരി എന്നെ ഭ്രാന്താക്കി. എന്റെ ജീവിതം നശിച്ചല്ലോ. എന്നെ ചെറുപ്പത്തിൽ എടുത്തുകൊണ്ട് നടന്ന് കുളിപ്പിച്ചൊരുക്കി ചോറ് വാരിത്തന്ന് എന്റെ അമ്മൂമ്മ എന്റെ കൈ കൊണ്ട് പിടഞ്ഞു വീണല്ലോ. ഇതിനെല്ലാം കാരണം എന്റെ ലഹരിയാണ്. ഇനി എനിക്ക് ജീവിച്ചിരിക്കണ്ട. എനിക്ക് ഡ്രഗ്സ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്കിനി ജീവിച്ചിരിക്കണ്ട. ഇന്നത്തെ തലമുറയെ നശിപ്പിക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന്. ലഹരി വിമുക്തമായ ഒരു യുവതലമുറ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. അടുത്തതായി ഒരു ഡാൻസുമായി എത്തുന്നു ശ്വേബ മോൾ. പാവമീ പഥികനെ കൊല്ലരുതേ, പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത്, പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത്, വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി, വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി. യെരുശലേംകാരൻ പാവം യെരുശലേംകാരൻ, യെരുശലേംകാരൻ പാവം യെരുശലേംകാരൻ. പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത്, വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി, വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി.
മനസ്സിൽ കൺമണി തൻ കണ്ണിൽ നോക്കി യാത്രയായി. വേഗം വിടത്താനായി കൺമണിയെ കാണാനായി താരാട്ടും മൂളി താതൻ യാത്രയായി. കനിയെ ഇടവഴിയെ ഭാണ്ഡവുമായി യാത്രയായി. ആരാരും ഇല്ലാ വഴിയിൽ തിര തേടും കഴുകക്കൂട്ടം ആമാടപ്രാവിന് റാഞ്ചാൻ കാത്തു നിന്നു. കള്ളന്മാരഞ്ചു പേരാത്തിയോടാ വഴി പാത്തു നിന്നു, വഴിയിൽ പാത്തു നിന്നു. ഹൃദയം കൊത്തിക്കുടയുന്നു, പ്രാണനായി പിടയുന്നു ആർത്തനായി ആൺപിറാവ്. ചോര വിയർപ്പാക്കി നേടിയതെല്ലാം ആ കള്ളന്മാർ കവർന്നെടുത്തു. ചോര വാർന്ന വഴിയിൽ കിടന്നയാൾ മൃതപ്രായനായി വിജനതയിൽ. ആ വഴി വന്നു പുരോഹിതനെങ്കിലും മറുവഴി തേടി നടന്നു പോയി. പിന്നിലായി വന്നൊരു ലേവായനെങ്കിലും തൻ വഴി നോക്കിയകന്നു പോയി. ബലിവസ്തു നോക്കാതെ ബലിയർപ്പണത്തിനായി പോകുവോരേ നിങ്ങൾ അന്ധരാണോ? വന്നോരും പോയി കണ്ടോരും പോയി, മൂന്നാമനാരോ വരുന്നു മെല്ലെ തൻ കഴുതമേലായി. ശമറായനവൻ ശരവേഗത്തിൽ മുറിവേറ്റ സഹജന്റെ നേരെ നോക്കി താങ്ങി മടിയിലേറ്റി. എണ്ണയാൽ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതപ്പുറത്തേറ്റി നീങ്ങി. തന്നയൽക്കാരനെ സത്രത്തിലെത്തിച്ചു പരിചരിക്കാൻ പണം നൽകി. മുറിവേറ്റ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇനി മുറിവേറ്റ സഹജനെ സ്നേഹിച്ചിടാം. മുറിവേറ്റ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇനി മുറിവേറ്റ സഹജനെ സ്നേഹിച്ചിടാം. പുലരി പുതൊരു നേരത്ത് കുളിരു വീശണ കാലത്ത് വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോനാരാണേ. വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോനാരാണേ. ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ, ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ. വാട്ട് ആൻ എനർജറ്റിക് പെർഫോമൻസ്. ഒരു വെറൈറ്റി സ്കിറ്റുമായി എത്തുന്നു ഗ്രൂപ്പ് 4. നേരം വെളുത്തിട്ട് ഇത്ര സമയമായി. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കഴിച്ചിട്ട് എത്ര നേരമായി. ഇനിയിപ്പോ ഉച്ചയാകുമ്പോ തണുത്ത കട്ടൻ കാപ്പി ആയിട്ട് വരും, എന്നിട്ട് ചിരിച്ചങ്ങ് നീക്കും. ആ ചിരി കാണുമ്പോഴേ ഞാൻ നൈസായി പോകുന്നു. എടി ഏലിക്കുട്ടി, എടി ഏലിക്കുട്ടിയേ. ഹെഡ്സെറ്റ് ഇതെന്താ ചെവി പഞ്ഞു വെച്ച്? അതാ ചായ കാലിത്തിരി ചൂടുവെള്ളം വീണു. എടി ഏലിക്കുട്ടി, കാലിൽ ചൂടുവെള്ളം വീണതിന് എന്തിനാടി ചെവി പഞ്ഞു വെക്കുന്നത്? അതിന് എന്റെ കാലിലല്ല ചൂടുവെള്ളം വീണത്, നിങ്ങളുടെ അമ്മച്ചിയുടെ കാലില. എന്നാ നീ പഞ്ഞി മാത്രം ആക്കണ്ട, ആ ബെഡ്ഷീറ്റ് വരെ എടുത്ത് തിരിക്കും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എടി ഏലിക്കുട്ടി, നിനക്ക് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അറിയാവോ? അറിയാം, നമ്മുടെ മിന്നികെട്ട് കഴിഞ്ഞ ദിവസമല്ലേ. ഓ, മൂടുള്ള കാര്യം പറയുമ്പോ മൂഡ് ഔട്ട് ആവുന്ന കാര്യം പറയില്ലേടി. എടി നാളെ ക്രിസ്മസാ, അത് ആഘോഷിക്കാൻ നമ്മുടെ പിള്ളേരിന്നെത്തൂടി. എന്താ ചായ, പിള്ളേര് വരുന്ന ദിവസമല്ലേ, ആ മുടി ഒന്ന് ഡൈ ചെയ്തൂടെ? ഒന്ന്
പോടി അവിടുന്ന്. പിള്ളേര് വരുമ്പോ അമ്മച്ചിയുടെ കൂടെ നിൽക്കുന്ന ദുൽഖർ സൽമാൻ ഏതാന്ന് ചോദിക്കും. എന്താടി എനിക്കൊരു കുഴപ്പം? കല്യാണത്തിന് മുമ്പ് ആപ്പിള് പോലെ ഇരുന്നയാ, കല്യാണം കഴിഞ്ഞപ്പോഴാ ഞാൻ നിപ്പിള് പോലെ ആയത്. അപ്പച്ചാ, അമ്മച്ചി. Johnny money, Johnny, you are my cunning bunny. Johnny money, Johnny. മോനെ ജോണിക്കുട്ടി, അയ്യോ എന്തൊരു ചുമയായത്, എനിക്ക് കേൾക്കാൻ വയ്യ. ഇത്ര ഉറക്കെ ചുമച്ചിട്ടു? അപ്പച്ചനെ ഇതിൽ നന്നായിട്ട് ചുമച്ചോണ്ടിരുന്നതാ, ഇപ്പൊ അതെല്ലാം പോയില്ലേ. നിക്കറിട്ടോണ്ടിരുന്നപ്പോ കണ്ടതാ. എലിക്കുട്ടി, നിങ്ങളല്ല, എന്റെ ജോണിക്കുട്ടിയെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ വളർന്ന് വലുതായി, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരു പെണ്ണും കെട്ടി. സുഖമാണോ മോളെ നിനക്ക്? അതെ സുഖമാണോ അമ്മച്ചി? ബൈ ദ ബൈ പേര് മറന്നു. പേര് മറന്നോ? അല്ല അമ്മച്ചി, ഞങ്ങൾ ഈ അമേരിക്കയിലായതുകൊണ്ട് എന്താ വിളിക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. ഡിയർ അമ്മച്ചി എന്ന് വിളിച്ചാ മതി. എന്തൊരു ഭംഗിയുള്ള ഡ്രസ്സായത്. ഇതിന് എത്ര രൂപ കൊടുത്തു മോളെ? അത് ഇവിടുത്തെ ഒരു 10-15 രൂപ വരും. ആ കാശുണ്ടെങ്കിൽ എത്ര ഫുള്ള് മേടിക്കായിരുന്നു. ഫുള്ള് വാങ്ങാം. ആ ഫുള്ള് ഇതുപോലെ ദേഹത്തിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. എന്താ മണം? എന്താ മോനെ ഇത്രയും നല്ല മണം? അതൊരു സെന്റാ. ഒരു സെന്റിന് ഇത്രയും നല്ല മണമാണെങ്കിൽ ഒരു ഏക്കറിന് എന്തായിരിക്കും മണം? അമ്മച്ചി, ലണ്ടനിൽ നിന്ന് നമ്മുടെ സണ്ണിക്കുട്ടിനെ എത്തി. ജോണിക്കുട്ടി, നമ്മളുടെ മക്കളുടെ ഒരു സ്നേഹം കണ്ടില്ലേ? കൊറേ നാള് കൂടി കാണുന്നല്ലേടി, അങ്ങ് സ്നേഹിക്കട്ടെ. സ്നേഹിക്കുമല്ലായിരുന്നോ? മക്കളെ വീട്. നിന്റെയൊക്കെ ഈ വഴക്ക് കാരണമാണ് ഒരുത്തനെ അമേരിക്കയിലോട്ടും ഒരുത്തനെ ലണ്ടനിലോട്ടും വിട്ടത്. പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ഒരു വഴക്കൂല്ലായിരുന്നു. മനുഷ്യ അപ്പച്ചി പറഞ്ഞത് കേട്ടോ, ഞാൻ വന്നേ പിന്നെ വഴക്കുണ്ടാക്കുന്നതെന്ന്. എടി നീ മാത്രമല്ല, ധോണിയുടെ ഭാര്യ വഴക്കുണ്ടാക്കുന്നുണ്ട്. ജോഡി പറഞ്ഞത് കേട്ടോ. എടാ നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാ മതി, എന്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ ഞാനുണ്ട് ഇവിടെ. എടാ നീ അവളെ കൊണ്ട് രാവിലെ ഇങ്ങോട്ട് വന്നതേ അമ്മനെ അപ്പനെ സോപ്പിട്ട് സ്വത്തല്ല എഴുതി മേടിക്കാൻ വേണ്ടിയല്ലേ? ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കടയിൽ കയറി മുദ്രപത്രം വാങ്ങുന്നവരെ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. അല്ല ചായ, പിന്നെ എന്തിനാടാ രാവിലെ ഒന്ന് ഇങ്ങോട്ട് കയറി പോകുന്നത്? എന്നാ പിന്നെ നിനക്ക് വരാൻ മേലായിരുന്നു നേരത്തെ. എടാ ഞാനാടാ ഈ വീടിന് മൂത്തതല്ല, നീ പൂത്തതാ. എടാ എന്നെ കാട്ടി മൂത്തതേടാ നിന്റെ ഭാര്യ. എന്നെ വല്ല പറഞ്ഞോണ്ടല്ല, പറഞ്ഞാ നീ എന്റെ അടുക്കോടി. എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. എടിയാലിക്കുട്ടി, എല്ലാരും കേറിപ്പോ. അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആവശ്യത്തിന് സംസാരിക്കട്ടെ. സംസാരിച്ചു കഴിഞ്ഞൊരു സിഗ്നൽ തന്നാ മതി, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ഒന്ന് പോ മനുഷ്യവിടുന്ന്. എന്റെ സണ്ണിക്കുട്ടൻ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയി. അത് പെർമിറ്റ് പിടിക്കാൻ പാസ്പോർട്ടും വിസയും എല്ലാം കറക്റ്റ് ആണെങ്കിൽ ആരും പിടിക്കില്ല. എടാ പോടാ അവിടുന്ന്, നാളെ ക്രിസ്മസ് അല്ലേ, അത് നമുക്ക് ആഘോഷിക്കണ്ടേ? എന്നാ പിന്നെ എലിക്കുട്ടിയെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഏർപ്പാട് ചെയ്ത എല്ലാവരും ഞാനിന്ന് വിളിക്കട്ടെ. കേറി വാ എല്ലാരും. ഒരു മനോഹരമായ സ്കിറ്റ് നമുക്കായി അവതരിപ്പിച്ച കുഞ്ഞു കൂട്ടുകാർക്ക് നന്ദി. വേദിയിലെത്തുന്നു അലീന ആൻഡ് സാറ. ഗോൽമാൽ
can leave it. Nino, I never leave you. Vanda, don't do this to me. Venda, Venda, don't do Venda, 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 don't do. പള്ളിയിൽ വെച്ചന്ന് നമ്മൾ കണ്ട നേരത്തെ നീ കണ്ണു വച്ചും കണ്ണടിച്ചും ഇറക്കിയെന്നെ. ജീവിതത്തിൽ കണ്ടുമുട്ടാൻ നിനച്ചതല്ല, പക്ഷെ ജീവിതം നീ പാട് അങ്ങ് പതിച്ചെടുത്തു. എനിക്ക് വയ്യ. നാട്ടുനടപ്പത്തു തമ്മിൽ കാണുവാൻ മേല, പക്ഷെ നല്ല കർത്താവെന്റെ കൂടെ പൊരുത്തപ്പെട്ടു. ഇനി ആരും അറിഞ്ഞോട്ടെ. ഇല്ല പെണ്ണെ ഞാൻ വിടില്ല, ഒന്നേ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി വിടില്ല. ഇല്ല പെണ്ണെ ഞാൻ വിടില്ല, എന്നെ പിന്നെ കൊന്നാലും പൊന്നെ നിന്റെ പിടി വിടില്ല. തട്ടു തട്ടിയ പട്ടം കഞ്ഞക്കി ഞാൻ പാരിപ്പറക്കും. കെട്ടു നിന്റെ വിരൽ തുമ്പിലല്ലേ പെണ്ണെ. മുന്തിരി പാടം കൊണ്ടോവാം, മുത്തുപോലെ നിന്നെ നെഞ്ചിൽ കാത്തു വെച്ചോളാം വെച്ചോളാം. കോയിലിലെ മാമ മച്ച മനസ്സ് വച്ച ജല്ലിക്കെട്ടിൽ ജയ് വിളിക്കൂലേ. പൊന്നെ പൊമ്പിളയെ ഒടി മാമയിലെ കുറ്റാലം കുയിൽ കൂവാൻ നിൽക്കൂല. തിങ്കൾ പൊന്നായി മിന്നും മിന്നൽ മിന്നാരം. ശറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരിൻ സംഗീതം. ഉള്ളിനുള്ളിൽ തുടിക്കും അന്തി പിന്നിൻ റാന്തൽ പൂവട്ടം. കണ്ണുകൾക്ക് കുളിർമ പകർന്ന ഒരു ഡാൻസ് അവതരിച്ച അലീനയ്ക്കും സാറയ്ക്കും 1000 നന്ദി. നമ്മുടെ ഇത്ര നേരം ഈ പ്രോഗ്രാം അനൗൺസ്മെൻറ്റ് ചെയ്തത് 12ാം ക്ലാസ്സിലെ ടീച്ചറായ ലക്സി ടീച്ചറും അതുപോലെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന അലീനയും സാറയുമായിരുന്നു. അവർക്കും അതുപോലെ തന്നെ ഇത്ര നേരം നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത സ്കൂൾ ലീഡേഴ്സിനും അതുപോലെ ഇന്നിവിടെ പ്രോഗ്രാംസ് അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും നമുക്കൊരു നല്ലൊരു കയ്യടി കൊടുക്കാം. ഇതോടെ സ്കൂൾ വാർഷികം സമാപിക്കുകയാണ്. പാപ്പമംഗലത്തിനായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം.